അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് വെട്ടിയ വകയിൽ നമുക്കും കിട്ടി 2 കരിക്ക്. എന്തൊരു ചൂടാണല്ലേ! ഈ ചൂടുകാലത്ത് കരിക്ക് കിട്ടുക എന്നതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല എനിക്ക്. കരിക്കിൻ്റെ അകത്തൊരു യെല്ലോ കളറിലൊരു സംഭവം വരുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞു. എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല. അത് ചെത്തി കഴിഞ്ഞപ്പോഴാണ് മമ്മി വന്നിട്ട് പറയുന്നത് ഇതൊന്നും കളയേണ്ട സാധനമല്ല, അതൊക്കെ അതിനകത്ത് ഇടേണ്ടതാണെന്ന്. പിന്നെ ഞാനത് തോരൻ അരിയുന്ന പോലെ കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞു. ഇതേപോലെ അരിയേണ്ട ഒരു കാര്യമില്ല കേട്ടോ, കാരണം മിക്സിയിലിട്ട് അടിക്കേണ്ടതല്ലേ. ഇതിലും നല്ലത് കുറച്ചുകൂടി ഇളം കരിക്കാണ് കേട്ടോ. ഒരു വലിയ മണ്ടത്തരം പറ്റി. കരിക്ക് വന്നപ്പോൾ തൊട്ട് ഫുള്ള് മണ്ടത്തരങ്ങളാണ്. 2 കരിക്ക് കിട്ടിയായിരുന്നു. അത് കണ്ട ആക്രാന്തത്തിൽ ഒരെണ്ണം വെട്ടി മുറിച്ച് അപ്പം തന്നെ ഞാൻ വയറ്റിലാക്കി. ആ വയറ്റിലാക്കി നല്ല ഇളം കരിക്കായിരുന്നു കേട്ടോ. ഇത് കുറച്ച് മൂത്ത് പോയതായിരുന്നു. കുഴപ്പമൊന്നുമില്ല, കുറച്ച് പഞ്ചസാര കൂടുതലിട്ടാൽ മതി. കുനുകുനാന്ന് അരിഞ്ഞ കരിക്ക് അതിലേക്ക് ഇടുക. പിന്നെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കുടിക്കരുത്, അത് ഇതിനകത്തേക്ക് ഒഴിക്കണം. അത് പാകത്തിന് ഒഴിച്ച് മിക്സിയിലിട്ട് ആദ്യം ഫസ്റ്റ് റൗണ്ട് ഇത് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ കട്ടപ്പാലുണ്ടല്ലോ, ആ പാല് കട്ടയായിട്ടുള്ളത് അതിലേക്ക് ഇടുക, അടിച്ചെടുക്കുക. എൻ്റെ ഫോൺ ക്യാമറയിൽ പൊടി പിടിച്ചിരിക്കണം, അത് തുടയ്ക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അതാണ് കേട്ടോ ഒരു മങ്ങൽ ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ആയപ്പോഴാണ് ഞാനത് കണ്ടത്. എന്താണല്ലേ, ഫുള്ള് മണ്ടത്തരങ്ങളാണ് ഗൈസ്. അങ്ങനെ 2 റൗണ്ടും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാദിഷ്ടമായൊരു ഷേക്ക് കിട്ടും. ഓഹ്, എന്തൊരു സുഖമായിരുന്നു അറിയോ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴോ. കുറച്ച് കരിക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ശരീരത്തിന് ഫുള്ളൊരു തണുപ്പും കിട്ടിയിട്ടോ. അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറം തൊഴിലുറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീടിനകത്തിരുന്നിട്ട് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പോലുള്ളവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന അവരുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അങ്ങനെ അവർക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. എൻ്റെ ആൻറ്റിമാരാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊണ്ട് കൊടുത്തു. അവർക്ക് സന്തോഷമായി. ഈ ഇത്രയും ചൂടത്ത് നിന്ന് പണിയുമ്പോൾ ഇതുപോലെ തണുത്ത സാധനം കിട്ടുമ്പോൾ എന്തായാലും സന്തോഷമാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനത് കുറച്ച് നേരത്തെ അങ്ങോട്ട് എടുത്തു. ഒരു മഞ്ച് ഉണ്ടായിരിക്കുന്നുണ്ട്, ആ മഞ്ച് ഞാൻ പൊടിച്ചിട്ട് അതിനകത്തിട്ട് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ച് ഇടാനുള്ള ബുദ്ധി ആദ്യമേ തോന്നിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.